ഞാൻ ഡോക്ടർ പ്രസാദ്, വയനാട്. വർഷങ്ങളായിട്ട് ഞാൻ പ്രമേയ രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്നു, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. മോർ ദാൻ 25 ഇയേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും പ്രമേയക്കാരിലേക്ക് മാത്രം ഒതുങ്ങിയിട്ട് തന്നെ. ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും ഒപ്പം പലതര ജീവിതശൈലി രോഗങ്ങളുടെയും അങ്ങനെ അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരുടെയും കൂട്ടമാണ് കൂടുതലായിട്ടും ചികിത്സക്ക് എത്തുന്നത്. ഈ ചികിത്സക്ക് വരണം എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് നേരിട്ടാരും വരാറില്ല. ഏകദേശം ഇപ്പോൾ ഒരു 99% ഞാൻ ഓൺലൈനായിട്ട് സൂം മീറ്റിങ്ങിൽ ക്ലാസ്സസ് കൊടുക്കും, കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോളൊക്കെ എന്താണ്, ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതെല്ലാം പഠിപ്പിച്ചു പഠിപ്പിട്ട് അവരെ വീട്ടിൽ നിന്ന് എല്ലാവരും സ്വന്തം ഡോക്ടർമാരാക്കുക. അവരുടെ വീടിനടുത്തുള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലാബിൽ നിന്നെല്ലാം ചെക്കപ്പുകൾ റെഗുലറായിട്ട് നടത്തുക. മരുന്നെല്ലാം അവരുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുക. അതിൻ്റെ എല്ലാം ഡോസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പ്രിസ്ക്രിപ്ഷൻ കൊടുക്കും. ആൻഡ് എവറി 4 ഡേ അത് മോണിറ്റർ ചെയ്ത് കൃത്യമായിട്ട് ഓരോ 4-ാം ദിവസവും ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ, എക്സസൈസസ് എങ്ങനെ ചെയ്യണം, ഭക്ഷണം എങ്ങനെ കഴിക്കണം, വ്യായാമം, എല്ലാ കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതിൻ്റെ ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച്, ഷുഗർ കുറയുന്നതനുസരിച്ച് മരുന്ന് എങ്ങനെ കുറയും, എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കും. സോ ഞാൻ നേരിട്ട് ഒരു 90% പേഷ്യൻസിനെ തന്നെ കണ്ടിട്ടേ ഇല്ല ഇന്ന് വരെ. പക്ഷെ അവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് അവർക്ക് ബാക്കിയുള്ള എന്തൊരു കൺസൾട്ടേഷൻ അവരുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ അവരുടെ പണ്ട് തൊട്ടുള്ള രീതിയിൽ തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ടാക്കിളിങ്ങിന് ഞാൻ എൻ്റെ അഡ്വൈസുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതായത് ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കണം, വ്യായാമം ചെയ്യണം, അവരെ കൊണ്ട് എന്ന് വ്യായാമം ചെയ്യിപ്പിക്കും, നല്ല ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കും, പഠിപ്പിക്കും. അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു വെൽ മെയിൻറ്റെയിൻഡ് ആണ് എൻ്റെ എല്ലാ പേഷ്യൻസും. ഇതിൽ കുറേ ആൾക്കാർ എന്നെ പേഴ്സണലി കാണുന്നത് പലപ്പോഴും പറയാറുണ്ട്. എന്നെ പേഴ്സണലി കാണാൻ, എന്നോട് സംസാരിക്കണം, എന്നോട് പേഴ്സണലി സംസാരിക്കാനുണ്ട്, പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കാൻ വേണ്ടി ധാരാളം പേര് സ്റ്റാഫിനെ എപ്പോഴും പറഞ്ഞിട്ടിരിക്കും. ഇതിലൊരു 99% ആണുങ്ങളും അവർക്ക് സെക്സ് പ്രോബ്ലംസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ഡയബറ്റീസ് ആണോ രോഗം? ഈവൻ ഇൻ ദ 30s, 30-കളിൽ പോലും പലർക്കും സെക്സ് ഇഷ്യൂസ് വന്നു തുടങ്ങും. എസ്പെഷ്യലി ഫോർ ദ മെയിൽ, ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, റൈറ്റ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. അതുപോലെ സ്ത്രീകൾക്കുള്ള ഫ്രിജിഡിറ്റി, താല്പര്യമില്ലായ്മ, ഇതെല്ലാം പ്രമേയത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും 70 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പോലും എനിക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ട്, എനിക്ക് പ്രോബ്ലം ഉണ്ട്, എനിക്ക് അതിന് മരുന്ന് വേണം എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ സെക്സ് കാര്യങ്ങളിലുള്ള ഇൻട്രസ്റ്റ് പല ആൾക്കാർക്കും മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ കൊളസ്ട്രോൾ, രക്തക്കുള്ള അടിയും വേണ്ട, രക്തോട്ടം കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് നമ്മൾ വല്ലാതെ പുറകോട്ട് പോകും. പഴയ കാരണന്മാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ആദിവാസികളുടെ സമൂഹത്തിനിടയിൽ ഒന്നും ഒരു നല്ലൊരു പ്രായം വരെ ഒന്നും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവില്ല. കാരണം അവർ കൊഴുപ്പൊന്നും അടിയാതെ 6 പാക്ക് ആയിട്ട്, സ്ലിം ബ്യൂട്ടികളായിട്ട്, മുടിയൊന്നും നരക്കുന്നില്ല പലരുടെ എന്ന് ഓർക്കണം. എത്രയോ പ്രായം കഴിയുമ്പോൾ നരക്കുന്നില്ല, അവർക്ക് കണ്ണട പോലും വേണ്ട. അപ്പോൾ അവർക്ക് അങ്ങനത്തെ രോഗങ്ങളേ തീരെയില്ല എന്ന് ഓർക്കുക. സോ എന്തുകൊണ്ട് ഇത്രയും സെക്സ് പ്രോബ്ലംസ് പ്രമേയക്കാർക്ക് വരുന്നു? അതിൻ്റെ കൂടെ കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉണ്ട്, പിന്നെ പറയണ്ട, റൈറ്റ്? അപ്പോൾ ഇത് ചിന്തിക്കുക, എന്തെല്ലാം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ ആ ബേസിക് കോസുകൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് റിവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒന്ന്, പ്രമേയം കൊണ്ടുണ്ടാകുന്ന ശരീരം വേദന, ക്ഷീണം, തളർച്ച, എപ്പോഴും അവശതയാണ്. എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യമില്ല, ആവതില്ല, ശരീരവേദന, ക്ഷീണം, തളർച്ച. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവും? അവർക്കുള്ള ആരോഗ്യമുണ്ടോ? അപ്പോൾ ആരോഗ്യം വെപ്പിക്കാൻ എന്ത് വേണം? മരുന്ന് കഴിച്ചാൽ മതിയോ? അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് വ്യായാമം ചെയ്ത് ബോഡി ഫിറ്റ് ആക്കണം. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിയുമ്പോൾ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ച് ധാരാളം ആൻറ്റി ഓക്സിഡൻസും, ഫൈറ്റോ കെമിക്കൽസ്, വിറ്റാമിൻസും, മിനറൽസ്, ഫ്ലേവിനോട്സ്, ഇതെല്ലാം കൊണ്ട് റീപ്ലെനിഷ് ചെയ്യേണ്ടേ? അപ്പോൾ ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിക്കുകയും പ്ലാൻഡായിട്ട് വ്യായാമം ചെയ്ത് ശരീരം ഫിറ്റാക്കി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വ്യത്യാസം വന്നു. ശരീരം ഫുൾ നടുവേനയുള്ള ആൾ, ഫുൾ മുട്ടുകാല് വേനയുള്ള ആൾ, ഒന്നിനും വയ്യാത്ത അവസ്ഥ, അവരെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുക. എപ്പോഴും അവർക്ക് മര്യാദക്കൊന്നും കുനിഞ്ഞു നിവർന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാകും. സോ ആദ്യം ബോഡി ഫിറ്റ് ആക്കുക. ഇപ്പോൾ നമ്മളൊരു ഷട്ടിൽ കളിക്കണം, ബാഡ്മിൻ്റൺ കോർട്ട്, ബാറ്റ് വേണം, റാക്കറ്റ് വേണം, ഷട്ടിൽ കോക്ക് വേണം, നെറ്റ് വേണം, അപ്പുറത്തൊരു പ്ലെയർ വേണം, അല്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഈ കാര്യങ്ങളുണ്ട്. ആദ്യം ഫിസിക്കൽ ഫിറ്റ്നസ്. രണ്ടാമത് ബ്ലഡ് ഫ്ലോയുടെ കുറവ്. അത് രക്തക്കൊള്ളകത്തെല്ലാം കൊഴുപ്പടിഞ്ഞ്, ഞാൻ പറയാറുണ്ട്, മുരിങ്ങാക്കോല് പോലെ രക്തക്കൊള്ള ഭിത്തി കംപ്ലീറ്റ് ബ്ലോക്കുകൾ, LDL കൊളസ്ട്രോൾ അടിഞ്ഞ് കയറുമ്പോൾ രക്തോട്ടം കുറയുന്നു. ഒരു 10-30 വയസ്സാകുമ്പോൾ തന്നെ 70-കാരൻ 80-കാരൻ്റെ രക്തോട്ടം, 75-കാരി 70-കാരി 25-കാരിയുടെ ഗർഭപാത്രത്തിനോ യൂട്രസിനോ
75കാരുടെ അവസ്ഥ രക്തോട്ടവും കൊഴുപ്പടിഞ്ഞിട്ട് ബൾക്കി യൂട്രസ്, PCOD പോലത്തെ പ്രശ്നങ്ങളൊക്കെ പിന്നെ ആണുങ്ങൾക്ക് കൗണ്ട് കുറവ്, 25 വയസ്സ് 30 വയസ്സാകുമ്പോൾ തന്നെ 80കാരൻ്റെ അവസ്ഥ കൗണ്ട് കുറവ്, വീക്ക് സ്പേംസ്, എമോട്ടൽ സ്പേംസ്, ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ പുറകോട്ട് പോകുന്ന ആണുങ്ങൾക്ക് അത് വളരെ ഇമ്പോർട്ടൻസ് ഇരട്ടൽ ഡിസ്ഫങ്ഷനൊക്കെ വരുന്നു. സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ പൊസിഷൻ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ PCOD പല ഇഷ്യൂസും വരുന്നത്, മെൻസ്ട്രൽ പ്രോബ്ലംസ് പലതും വരുന്നത്. സോ ഇതെല്ലാം ബ്ലഡ് ഫ്ലോ കുറയുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സെക്സ് ഓർഗൻസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. സോ ടു ഇംപ്രൂവ് ദ ബ്ലഡ് ഫ്ലോ, ഈ അവയവങ്ങൾ കൊണ്ട് വ്യായാമം ചെയ്യാൻ പറ്റില്ല. കാല് രക്തോട്ടം കൂട്ടാൻ കാലുകൊണ്ട് വ്യായാമം ചെയ്താൽ മതി. അകത്തുള്ള അവയവങ്ങൾ രക്തോട്ടം കൂട്ടണമെങ്കിൽ എല്ലാ ഭാഗത്തേക്ക് രക്തോട്ടം കൂട്ടാൻ പാകത്തിനുള്ള പ്ലാനിങ് വേണം എക്സസൈസിൽ. അപ്പോൾ അവിടെ എയ്റോബിക് എന്തിനാണ്, ബ്രീത്തിങ് എന്തിനാണെന്നുള്ളതും, ബ്ലഡ് വെസൽസിൻ്റെ ബ്ലോക്കുകൾ അത് ചെറുതാകാൻ വല്ല വഴിയുണ്ടോ, ക്ലീൻ ചെയ്യാൻ എന്താണ് വഴി, ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ എന്താണ് മാർഗം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ബ്ലഡ് ഫ്ലോ കൂട്ടണം. കൂടാതെ നാഭിഭാഗത്തെ ഗ്രോയിൻ മസിൽസ് ബലപ്പെടുത്തുമ്പോൾ ഈ മൂത്രം ചാടിപ്പോകുന്ന പോലത്തെ പ്രശ്നം, തുമ്മുമ്പോഴും ചിരിക്കുമ്പോഴൊക്കെ മൂത്രം ചാടിപ്പോകുന്ന പ്രശ്നങ്ങൾ, യൂട്രസ് ഇറങ്ങി വരുന്ന പ്രശ്നം, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നന്നായിട്ട് കുറയുന്നതായിട്ട് കണ്ടു. അതിനുള്ള സ്പെസിഫിക് എക്സസൈസ് ചെയ്ത് പെരിനിയൽ ഫ്ലോർ മസിൽസ് ബലപ്പെടുത്തണം നന്നായിട്ട്, റൈറ്റ്. പിന്നെ നമ്മുടെ വീടിനകത്ത് അറ്റ്മോസ്ഫിയർ, നമ്മളെപ്പോഴും എന്താ പറയുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആണുങ്ങൾ പലരും ജോലിക്കെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ടയേർഡായിട്ട് ചിലപ്പോൾ ചിലർ 2 ഡ്രിങ്ക്സൊക്കെ കഴിച്ചൊക്കെ വന്ന് രാത്രി വന്നിട്ട് അവകാശം പോലെ ആയിരിക്കും. അതേസമയം വീട്ടിലെ വീട്ടമ്മയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ ജോലികളുടെ പുറകെ നടന്ന് വേർത്ത് കുളിച്ച് രാത്രി എങ്ങനെയെങ്കിലും ഈ പാത്രമെല്ലാം കഴിയുന്ന കയറി കിടന്ന് ഉറങ്ങിയാൽ വരുന്ന അവസ്ഥ ഇരിക്കും മിക്കവാറുണ്ട്. ഒരു 90% നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. ഓക്കെ, അവർക്ക് പിന്നെ അതോടെ ഇവരുടെ ഇപ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മളത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. സോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വി ഹാവ് ടു ചേഞ്ച് ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഫാമിലി. അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഫാമിലി ഹെൽത്ത് നന്നാക്കി എടുക്കുക എന്നുള്ളത്, ഫിസിക്കൽ ഹെൽത്ത് നന്നാക്കിയിട്ട്, ആൻഡ് മെൻ്റൽ സ്റ്റാറ്റസ്, ഇതൊക്കെ വേണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വേണം. അതിനെന്തൊക്കെ വേണമെന്ന് പഠിക്കാൻ മനസ്സിലാക്കാൻ കൂട്ടുകയും ശരീരത്തെ ഏറ്റവും യങ് ആക്കാൻ ശ്രമിച്ചിട്ടേയിരിക്കുക. അത് ആദ്യം വേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദ ഫാമിലി. നമുക്ക് ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് അത് സാമ്പാർ കഷ്ണം വേണം, സാമ്പാർ പൊടി വേണം, വെള്ളം വേണം, കായം വേണം, ഉപ്പ് വേണം, പാത്രം വേണം, തീ വേണം, ഇതെല്ലാം ആവശ്യമില്ലേ? എല്ലാം കൂടെ ചേർക്കുമ്പോൾ സാമ്പാറാകുള്ളൂ. അതുപോലെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്, ധാരാളം കാര്യങ്ങൾ ചേർന്നാണ് സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ലൈംഗികതയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുക. അല്ലാതെ പണ്ടേ മനസ്സിൽ കിടക്കും, പ്രമേഹ രോഗിയാണെങ്കിൽ സെക്സ് പ്രോബ്ലംസ് ഉണ്ടാകും. ഒരു 2 പ്രാവശ്യം ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ മനസ്സിൽ പറയും, ഓ എനിക്ക് പ്രമേയം വന്നതോടുകൂടി എനിക്ക് പ്രശ്നം, എനിക്ക് ഇഷ്യൂസ് തുടങ്ങി. അതോടെ നമ്മൾ കൊടുക്കും, പേപ്പറിൽ കൊടുക്കും, സച്ചിൻ വിരമിച്ചു, സേവാഗ് വിരമിച്ചു എന്നൊക്കെ പറയുന്ന പോലെ വിരമിച്ചു. പിന്നെ പേടിയാണ്. സോ ചിന്തിക്കുക, വൈ, എന്തൊക്കെയാണ് കാരണങ്ങൾ സെക്ഷുവാലിറ്റി പുറകോട്ട് പോകാൻ, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ വേണം. നമ്മുടെ ബോഡിയുടെ ഫിറ്റ്നസ്, ബ്ലഡ് ഫ്ലോ കൂട്ടുന്നത്, ഹോർമോൺ ലെവൽ. ഇപ്പോൾ എക്സാമ്പിൾ കൊളസ്ട്രോളിൽ നിന്നാണ് സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കുന്നത്. മെയിൽ സെക്സ് ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിൽ നിന്നാണ്. നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് അനാവശ്യമായിട്ട് ഹൈ ഡോസ് വെച്ച് കൊളസ്ട്രോൾ വളരെ ലോ നിർത്തിയിട്ടുണ്ടെങ്കിൽ സെക്സ് ഹോർമോൺസ് പുറകോട്ട് പോവില്ലേ? അപ്പോൾ കറക്റ്റായിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ വാല്യൂവിനനുസരിച്ച് ഗുളികയുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. കൂടാതെ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും അന്നന്ന് എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് എങ്ങും കൊഴുപ്പടിഞ്ഞു കൂടില്ലല്ലോ. അങ്ങനെ ഒരാൾക്ക് കൊളസ്ട്രോൾ അല്പം കയറി നിന്നിട്ടുണ്ടെങ്കിലും എങ്ങും അടിഞ്ഞുകൂടെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ പ്രൊഡക്ഷൻ കുറച്ച് ഈസി ആയിരിക്കില്ലേ? അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കണം നമ്മൾ. ഞാൻ പറഞ്ഞ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കരുതെന്നോ അത് കുറക്കാനോ നിർത്താനോ അല്ലേ പറയുന്നത്. സോ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കുക, വൈ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടില്ലേ വാട്ട് ആർ ദ കോസസ്, എന്തുകൊണ്ടാണ് ഈ സെക്ഷൽ പ്രോബ്ലംസ് വരുന്നത്, റെക്ടൽ ഡിസ്ഫങ്ഷൻ വരുന്നത്. ആ ഓരോ കോസുകളൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇനി ആ ഓരോ കോസുകളെ കറക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, 1 by 1 പഠിക്കുക. മേക്ക് ബോഡി ഫിറ്റ് ഫസ്റ്റ്. ആദ്യം ഫിറ്റ്നസ്, ബ്ലഡ് ഫ്ലോ കൂട്ട് സ്ട്രോങ് ആക്കുക. ദെൻ മൈൻഡ് സെറ്റ് മാറട്ടെ, റിലാക്സ്ഡ് ആയിട്ട് അപ്രോച്ച്, അനാവശ്യം പേടി ഭീതിയൊക്കെ മനസ്സിൽ കളയാം. ഫാമിലി ഹെൽത്ത് നന്നാകട്ടെ, പ്ലസ് ദ സോഷ്യൽ ഹെൽത്ത്. ഇവിടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമ്മൾ റിലാക്സ് ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുക. ഏക വേദി എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അതൊന്നും പലർക്കും അല്ല, തിരക്കാ, സമയമല്ല ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചിലവഴിക്കാൻ. നിങ്ങൾ എത്രത്തോളം കൂടുതൽ സമയം ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന അവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി കൂടുക, നിങ്ങളുടെ ലൈഫ് സ്പാൻ കൂടുക, ഒരു സംശയം വേണ്ട അതിൽ.
റിലാക്സ്ഡ് ആയിട്ട് ചിരിച്ച് കളിച്ച് അവരൊപ്പം ആസ്വദിക്കുന്ന പോലെ. ഒരിക്കലും നമുക്ക് ബാക്കിയെല്ലാം മെക്കാനിക്കലാണ് ലൈഫ് ശരിക്കും. നമ്മൾ ജെനുവൻ ആകുന്നത്, നമ്മൾ ശരിക്കും പച്ച മനുഷ്യരാകുന്ന മിക്കവാറും ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലായിരിക്കും. അപ്പം ഉണ്ടാകുന്ന ഓപ്പൺ ഡിസ്കഷൻ, ടോക്കും ഷെയറിങ് എല്ലാം കൂടെ വരുമ്പോഴേക്കും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. നമ്മളുടെ ലൈഫിൽ പല ചേഞ്ചസ് തനിയെ വരാൻ. സോ ഇതിനൊരു രോഗമായിട്ട് കാണാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നമ്മൾ എത്തിച്ചേർന്നൊരു അവസ്ഥയായിട്ട് കാണാം. ആ അവസ്ഥയിൽ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുക. അതല്ലാതെ മരുന്ന് കഴിച്ച് ഗുളിക കഴിച്ച് മാറ്റേണ്ട ഒരു രോഗമാണോ ഇത്? ഇതൊരു ഏജിങ് പ്രോസസ്സല്ലേ? സോ അകാല വാർദ്ധക്യം ബാധിച്ച അവയവങ്ങളെ തിരിച്ച് റിവേഴ്സ് ഗിയറിൽ പോയിട്ട് വീണ്ടും ചെറുപ്പത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എന്ത് വേണം? ക്ലീൻ ദ ബ്ലഡ് വെസൽസ്, ഇംപ്രൂവ് ദ ബ്ലഡ് ഫ്ലോ. അതാണ് പ്ലാൻ ചെയ്യേണ്ടത്. സോ അവിടെയാണ് ഡയറ്റ് കൺട്രോളിൻ്റെയും എക്സസറീസിൻ്റെയും ഒരു പ്ലാനിങ്ങിൻ്റെ കുറവ്. അത് മനസ്സിലായാൽ വിത്തിൻ ഫ്യൂ വീക്സ് ഇതെല്ലാം പതുക്കെ പതുക്കെ റിവേഴ്സ്ഡ് ആവും. എത്രത്തോളം നന്നാക്കാൻ പറ്റുന്നു നിങ്ങൾ ശ്രമിച്ചു നോക്കുക. വെള്ളത്തിലിറങ്ങി നീന്താതെ ആരെങ്കിലും നീന്തൽ പഠിക്കുമോ? പ്രാക്ടീസ് ചെയ്യുന്തോറും ഏത് ഗെയിംസും ബെറ്റർ ആകും. ഇപ്പോൾ മാസത്തിലൊരിക്കൽ ഷട്ടിൽ കളിക്കുന്ന ഒരാൾ, സൺഡേ മാത്രം ഷട്ടിൽ കളിക്കുന്ന ആൾ, എല്ലാ ദിവസവും ഷട്ടിൽ കളിക്കുന്ന ആൾ, ആരായിരിക്കും നല്ല പ്ലെയർ? സോ പ്രാക്ടീസ് ചെയ്യുന്തോറും ഏത് ഗെയിംസും ബെറ്റർ ആകും. അങ്ങനെ തീരുമാനിക്കുക, മനസ്സിലാക്കുക. സോ ഇത് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതൊരു വലിയ ഇഷ്യൂവേ അല്ല. ഓക്കെ.